കൂപ്പുകരങ്ങളോടെ ഒത്തിരി സ്നേഹത്തോടെ ഏതാനും നിമിഷങ്ങള് നമ്മളെ ജീവനതുല്യം സ്നേഹിച്ച തമ്പുരാന്റെ മുമ്പിൽ ചെലവഴിക്കുന്ന സമയം. വേറെ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതല്ല. ഹൃദയം കർത്താവിന് കൊടുക്കുക. ഹൃദയം കർത്താവിന് കൊടുക്കുക. വളരെ ശാന്തതയോടെ ഈ നിമിഷങ്ങളിൽ ഈശോയുടെ കൂടെ ആയിരിക്കുക. വേറൊന്നും വേണ്ട. തമ്പുരാൻ ആഗ്രഹിക്കുന്ന എന്താ? മർത്ത മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്നാ പറഞ്ഞത്. നീ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് വ്യാപൃതയാണ്. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. എന്താ നല്ല ഭാഗം? കർത്താവിന്റെ കാൽച്ചുവട്ടിൽ ഇരുന്നു. മർത്തയാകട്ടെ കുറെ കാര്യങ്ങള് യേശുവിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഓടി നടക്കുമായിരുന്നു. അവള് വിചാരിച്ചു അതിലായിരിക്കും കർത്താവ് സന്തോഷിക്കുന്നെന്ന്. ഈശോ പറഞ്ഞു അല്ല, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. കർത്താവിന്റെ നല്ല ഭാഗം തിരഞ്ഞെടുത്തവരാണ് നമ്മളിപ്പോ. കർത്താവിന്റെ കൂടെ ഇരിക്കുന്നവരാണ് നമ്മളിപ്പോ, അല്ലേ? വേറെന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് ഓടി അടക്കാമായിരുന്നു. വേറെന്തെല്ലാം കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് ചെയ്യാമായിരുന്നു. അതെല്ലാം വിട്ടിട്ട് കർത്താവിന്റെ കൂടെ ഇരിക്കാൻ തീരുമാനമെടുത്തവരല്ലേ നമ്മള്? കർത്താവിന്റെ കാൽപാദത്തെങ്കിൽ ഇരിക്കാൻ മക്കളെ നമ്മൾ തീരുമാനമെടുത്തവരല്ലേ? കർത്താവിനെ കേൾക്കാൻ, കർത്താവിനെ ശ്രവിക്കാൻ തീരുമാനമെടുത്തവരല്ലേ നമ്മള്? നമ്മളെ കേൾക്കാതെ ദൈവം പോകുമോ? നമ്മൾ പറയുന്നത് കേൾക്കാതെ ദൈവം നമ്മളെ ഇട്ടിട്ട് പോകുമോ? 2-3 ദിവസം കർത്താവിന്റെ വചനം കേട്ട് ജനത്തെ പിരിച്ചുവിടാൻ ഒരുങ്ങിയപ്പോ കർത്താവ് പറഞ്ഞെന്നാന്നറിയാവോ? അവരെങ്ങനെ വിട്ടാ പറ്റില്ല. അവർക്ക് ഭക്ഷണം കൊടുക്ക്, ഭക്ഷണം കൊടുത്തിട്ട് വിട്. അവർക്കിപ്പോ വിശക്കുന്നുണ്ടാകും. ഇങ്ങനെ പറഞ്ഞയച്ചാൽ അവർ വഴിയിൽ തളർന്നു വീഴുമെന്ന് പറഞ്ഞ കർത്താവ് ഈ അൾത്താരയിലുണ്ടെന്നേ. വെറും കൈയോടെ പറഞ്ഞയക്കില്ല. അവൻ വചനം തന്നിട്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് തന്നിട്ട് കർത്താവ് വിടൂ. നീ അവന്റെ വചനം കേൾക്കാൻ അവന്റെ കാൽപാദത്തെങ്കിൽ ഇരുന്നെങ്കിൽ നിന്റെ ഭൗതിക ജീവിതത്തിന്റെ വിശപ്പ് മാറ്റാനുള്ള അപ്പം കൂടി കർത്താവ് നിനക്ക് തരും. അത് സൗഖ്യമായിട്ടാകാം, അത് വിടുതലായിട്ടാകാം, അതൊരു പക്ഷേ നിന്റെ ഭൗതിക ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളായിട്ടാകാം, നിന്റെ സാമ്പത്തിക വരുമാന മാർഗങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടാകാം. എങ്ങനെ ആകട്ടെ മോനെ, നിന്റെ വിശപ്പ് മാറ്റിയിട്ടേ കർത്താവ് വിടൂ. നീ അവന്റെ കാൽപാദത്തെങ്കിൽ ഇരുന്നില്ലേ അവന്റെ സ്വരം കേൾക്കാൻ? അതാണ് നിന്റെ യോഗ്യത. നീ അവന്റെ കാൽപാദത്തെങ്കിൽ ഇരുന്നു കൊടുത്തില്ലേ അവന്റെ ഹിതമറിയാൻ? അതാണ് നിന്റെ യോഗ്യത. നീ അവന്റെ ചാരയിരുന്നില്ലേ അവന്റെ ഹൃദയ സ്പന്ദനങ്ങൾ അളക്കാൻ? അതാണ് യോഗ്യത. വേറൊന്നുമില്ല നമ്മുടെ യോഗ്യത. ആ യോഗ്യതയാണ് തമ്പുരാൻ ഈ നിമിഷം കാണുക. അതുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളെ രണ്ടും തുറന്ന് യാചനാപൂർവം പിടിക്കാം. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ വിശുദ്ധ മന്ദിരത്തിലേക്ക് നീണ്ടിരിക്കട്ടെ. ഈ ആലയത്തിലേക്കാണ്, ദിവ്യകാരുണ്യത്തിലേക്കാണ് നിങ്ങളുടെ കരങ്ങൾ നീട്ടിപ്പിടിച്ചിരിക്കുന്നത്. വചനം പറയുന്നു, സങ്കീർത്തകൻ അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നിനക്ക് സഹായമയക്കട്ടെ, സിയോനിൽ നിന്നും നിന്നെ തുണയ്ക്കട്ടെ. അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ. കാണുന്താ, നീ കർത്താവിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് എത്തി. അതുകൊണ്ടാ കരങ്ങൾ തുറന്നു പിടിക്കുമ്പോ മോളെ, ദൈവസന്നിധിയിലാണ് നീ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. നിനക്ക് വേണ്ടി മാത്രമാകല്ലേ നീ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുന്നത്. ലോകം മുഴുവനും വേണ്ടി ആകട്ടെ. വേദനിക്കുന്ന ഓരോ മകനും വേണ്ടി, മകൾക്കും വേണ്ടി ആകട്ടെ. സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി ആകട്ടെ. ദുഃഖദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ആകട്ടെ. പാപത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ആകട്ടെ. നിരാശകൾക്കും ആത്മഹത്യാ പ്രവണതകൾക്കൊക്കെ അടിമപ്പെട്ടു പോയവർക്കാകട്ടെ. ജീവിത സങ്കടങ്ങളിൽ കടന്ന് അസ്വസ്ഥപ്പെടുന്നവർക്ക് വേണ്ടി ആകട്ടെ. കടബാധ്യതയിൽ കഴിയുന്നവർക്ക് വേണ്ടി ആകട്ടെ. ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആകട്ടെ. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആകട്ടെ.
നിന്റെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കോ. എന്നിട്ട് ഈ നിമിഷം ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിയിട്ട് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ഈ നിമിഷം മാറട്ടെ. നിങ്ങളുടെ ഇടവക വികാരി അച്ഛനെ ഒന്ന് മനസ്സിൽ കണ്ടേ. ഒരുപക്ഷെ നീ ഒരു അക്രൈസ്തവയായിരിക്കാം. നിങ്ങളുടെ അതിർത്തിയിലുള്ള ഇടവകയിലുള്ള വികാരി അച്ഛനെ ഒന്ന് കണ്ടേ. നിങ്ങളുടെ അതിർത്തിയിലുള്ള ആ സിസ്റ്റേഴ്സിനെയൊക്കെ ഒന്ന് കണ്ടേ. അൽമായ ശുശ്രൂഷകരുണ്ടാകാം, ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരെയൊക്കെ ഒന്ന് കണ്ടേ. ഒരുപക്ഷെ നിങ്ങളുടെ താമസിക്കുന്ന അടുത്ത് ധ്യാനകേന്ദ്രം ഉണ്ടാകാം, ആലയത്തെ ഒന്ന് കണ്ടേ. എന്നിട്ട് നിങ്ങളുടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ എല്ലാവരെയും ഒന്ന് കർത്താവിലേക്ക് കൊടുത്തേ. അവിടെയൊക്കെ അവസ്ഥകൾ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയില്ല. ഒരു കോമൺ ആയിട്ടായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവിടെ അവസ്ഥകൾ എന്താണെന്നോ, അവിടെ സങ്കടങ്ങൾ എന്താണെന്നോ, അവിടെ വേദനകൾ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ദൈവത്തിന് അറിയാലോ. നമ്മൾ ഇവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഒരു ക്രിസ്ത്യാനി എന്ന് യേശുവിൻ്റെ മധ്യസ്ഥം നമ്മൾ ഓർമ്മിപ്പിക്കുക. ഇതാ യാൽത്താരയിൽ ഈശോ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുക. ഈ ഭൂമിയിൽ എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമെന്ന് പറഞ്ഞ കർത്താവ്, ഈ ഭൂമിയിൽ എന്നെ തള്ളിപ്പറയുന്നവൻ പിതാവിൻ്റെ സന്നിധിയിൽ തള്ളിപ്പറയപ്പെടുമെന്ന് പറഞ്ഞ കർത്താവ് യാൽത്താരയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ ആ മാധ്യസ്ഥത്തിലേക്ക് ആരെയൊക്കെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയൊക്കെ സമർപ്പിച്ച് കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിലേക്ക് തന്നെ നോക്കി സ്തുതിച്ച്, ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കി എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെയൊക്കെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഏതെല്ലാം വിഷയങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാം കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ കരുണ കാണിക്കണമേ. ഈശോയെ കരുണ കാണിക്കണമേ. ഈശോയെ ലോകം മുഴുവന്റെ മേലും നിന്റെ കരുണ കാണിക്കണമേ. ഈശോയെ ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. കരുണ കാണിക്കണമേ കർത്താവേ, കരുണ കാണിക്കണമേ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവേ നിന്റെ കാരുണ്യത്തിന് വേണ്ടി ഇതാ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കൾ എന്തോരം സങ്കടങ്ങളുമായിട്ടാ വേദനയുമായിട്ടാ തമ്പുരാനെ നിന്റെ മുമ്പിൽ ഈ മക്കൾ നിൽക്കുന്നു. നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ ഒത്തിരി ഭാരപ്പെടുത്തുന്നുണ്ട്. കുടുംബത്തെക്കുറിച്ചുള്ള ചില വിഷയങ്ങൾ അമിത ഭാരം സമ്മാനിക്കുന്നുണ്ട്. കുടുംബത്തിൽ തന്നെ പലരുടെയും രോഗാവസ്ഥകൾ ഒത്തിരിയേറെ വേദനയുടെയും തീവ്ര ദുഃഖത്തിന്റെയും നടുവിലൂടെ കടന്നു പോകാൻ തമ്പുരാനെ അനേകർക്കത് കാരണമാകുന്നുണ്ട്. ഈശോയെ ഇവരുടെ വേദനകളെ, ഇവരുടെ സങ്കടങ്ങളെ നീ ഇപ്പോൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇവരുടെ ദുഃഖങ്ങളെ, ഇവരുടെ ദുരിതങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഭാരം തമ്പുരാനെ ഇതാ നിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് ഈ മക്കൾ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഇവര് കടന്നു പോകുന്ന അതേ വേദനയിലൂടെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും ചേർത്ത് വെച്ചിട്ടാണ്, മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ മക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ നീ കരുണ കാണിക്കണമേ. ഈശോയെ കരുണ കാണിക്കണം. കരുണാമയനേ, കരുണാമയനേ, യേശുവേ നീ എൻ്റെ ഉപനിധിയേ, എന്നെ അനന്യനായി കാത്തിടുന്ന നിൻ സ്നേഹമൊരു ദിവ്യജ്വാലയാണേ. കരുണാമയനേ, കരുണാമയനേ, യേശുവേ നീ എൻ്റെ
ഉപനിധിയേ ആമേൻ. എന്നെ അനന്യനായി കാത്തിടുന്ന നിൻ സ്നേഹമൊരു ദിവ്യജ്വാലയാണേ. നിന്നെ അനുഗമിച്ച ഞാൻ മരിച്ചാലും ജീവിക്കുമേ. മരണത്തെ ജയിച്ചവനേ യേശുവേ, കരുണാമയനേ യേശുവേ, കരുണാമയനേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ച് ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ ആ ഹൃദയാഭിലാഷങ്ങളിലേക്ക് കർത്താവിൻ്റെ ആശീർവാദം കടന്നു വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ